കഴിച്ചു തീർക്കുവാണോ? ഞാൻ എത്ര എണ്ണം ചുട്ടതാ. ഹോട്ട് ദോശ വെരി ടേസ്റ്റി. ഈ ചുടുന്ന മൊത്തം എടുത്ത് കഴിച്ചോണ്ടിരുന്നാ ഞാൻ ഏട്ടനും ലജ്ജിക്കും കുഞ്ഞിക്കും എന്തോ എടുത്ത് കൊടുക്കും. അവിടെ മാവുണ്ടല്ലോ, ഞാൻ കഴിച്ചതിന് ശേഷം അവർക്ക് ചുട്ടു കൊടുത്താൽ മതി. അതിന് കഴിച്ച് നിർത്തണ്ടേ ചേച്ചി? നീ അടുത്ത ദോശ ചുട്ടേ. രശ്മി, രത്നേ, നീല ചേച്ചിയാണല്ലോ അത്. എന്താ ചേച്ചി പാത്രത്തില്? അവിടെ ഇന്ന് രാവിലെ കുറച്ച് മധുരക്കിഴങ്ങ് പുഴുങ്ങി. എന്നാ കുറച്ച് ഇവിടെ തന്നേക്കാന്ന് കരുതി. ഹായ്, മധുരക്കിഴങ്ങ്. തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴിക്കുമോളെ. മധുരക്കിഴങ്ങ് എനിക്ക് വെരി ലൈക്ക് ആണേ. എന്താ വെരി ലൈക്ക് അല്ലാത്തത്? കഴിക്കാനുള്ള എന്ത് കിട്ടിയാലും ഉടനെ അതിൽ കൈവച്ചോണം. ഓ, ഒരുപാട് കഴിക്കുന്നേ കൊള്ളാം. അവസാനം കെട്ടിച്ചുവിടുമ്പോ ആ വീട്ടുകാരെ ചുറ്റിക്കരുത്. അതൊക്കെ ഐ മാനേജ്. മധുരക്കിഴങ്ങ് എങ്ങനുണ്ട്? കൊള്ളാം, നല്ല രുചിയുണ്ട്. മറ്റുള്ളവർ കൂടെ വെച്ചേക്കണേ. നോക്കട്ടെ. ഇത് പുഴുങ്ങിക്കഴിഞ്ഞപ്പോഴാ ഓർത്തത്, ഇതിന് കൂടെ കുറച്ച് കാന്താരി ചമ്മന്തി ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ. നല്ലതാ. നമ്മുടെ അവിടുത്തെ കാന്താരി ചെടിയെ കരിഞ്ഞു പോയി. ഇവിടെ ഇരിപ്പുണ്ടോ കാന്താരി 2 എണ്ണം തരാനെ? 2 എണ്ണം ആക്കുന്നത് എന്തിനാ? ചേച്ചിക്ക് ആവശ്യമുള്ള അത്ര എടുത്തോ. കാന്താരി ചെടിയെ ആ വടക്ക് ഭാഗത്ത് നിൽക്കുന്നു. ചേച്ചി ഏട്ടനവിടെ? ഏട്ടൻ കുളിക്കാൻ പോയി മോളെ. അല്ല കുഞ്ഞി ഇന്നലെ മോഹൻലാലിന്റെ സിനിമ കാണിക്കാന്ന് പറഞ്ഞ് ഏട്ടൻ പറ്റിച്ചു അല്ലേ? അവനല്ലേലും മമ്മൂട്ടിയുടെ പടമല്ലേ പിടിക്കൂ. ദേ, ഞങ്ങൾ ഏട്ടൻ പറ്റിച്ചു മാത്രം പറയരുത്. ഏട്ടൻ ഞങ്ങൾ ഒരിക്കലും പറ്റിക്കില്ല. ലാലേട്ടന്റെ പടത്തിനാ പോയെ, പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല. അതുകൊണ്ടാ മമ്മൂട്ടിയുടെ സിനിമ ഉണ്ട്. എന്നാലും അത് വലിയ കഷ്ടമായിപ്പോയി. എന്ത് കഷ്ടം? ലാലേട്ടന്റെ സിനിമ കാണാൻ പറ്റാത്തതിൽ കുഞ്ഞിക്ക് നല്ല വിഷമമുണ്ട്. ദേ, ലീലേച്ചി രാവിലെ കളിയാക്കാനാണോ അന്ന്? എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞി, നീ പോയി ഒന്ന് പഠിക്കാൻ നോക്കി ചെല്ല്. രാവിലെ തന്നെ ശരിക്കും ഇവളാ കാന്താരി.